ഇവിടെ ഇപ്പോൾ എനിക്ക് കൗതുകകരമായി തോന്നുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളൊന്നുമല്ല. അദ്ദേഹം യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ കാലം മുതൽ പല ഘട്ടങ്ങളിൽ, അതിപ്പോൾ ആലപ്പുഴയിലാണെങ്കിലും സംസ്ഥാന തലത്തിൽ ആകെയാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രൂക്ഷമായ സംഘർഷം ഞാൻ ഉദ്ദേശിക്കുന്നത് കായികമായ സംഘർഷമല്ല കേട്ടോ, അതല്ലാത്ത തരത്തിലുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മലബാർ മഹാസംഗമവും കൊല്ലം SN കോളേജ് ഇഷ്യൂ അടക്കമുള്ള പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM-വുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ പക്ഷത്തേക്ക് എത്തിയ ആ ഘട്ടത്തിൽ CPM-ന്റെ നേതാക്കൾ വെള്ളാപ്പള്ളി നടേശനുമായി നേർക്കുനേർ കൊമ്പ് കോർത്തിരുന്നു. VS അച്യുതാനന്ദന്റെ അന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും വൈറലാണ്. ഞാൻ ഉച്ചക്കത്തെ ഒരു പരിപാടിയിൽ പറയുകയും ചെയ്തു, മൈക്രോ ഫിനാൻസ് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കണക്ക് വെക്കിയ നടേശ എന്ന് ഡെസ്കിൽ ആഞ്ഞടിക്കുന്ന VS അച്യുതാനന്ദൻ, അത് കഴിഞ്ഞ് ഞാൻ പണം വെട്ടിച്ചു എന്ന് കണ്ടാൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് പറയുമ്പോൾ മോഷണത്തിന് തൂക്കുകയറില്ല നടേശോ എന്ന് പറയുന്ന VS അച്യുതാനന്ദന്റെ പ്രസംഗം വെള്ളാപ്പള്ളി നടേശനെ അതിനിശ്ചിതമായി വിമർശിച്ചാണ് 2016 LDF തെരഞ്ഞെടുപ്പ് ജയിച്ചത് തന്നെ. ആ LDF-ന്റെ നേതാക്കൾ ഇവിടെ ഇപ്പോൾ ശ്രീ പ്രമോദ് പുഴങ്കര പറഞ്ഞതുപോലെ 10 കൊല്ലം കഴിയുമ്പോൾ ജില്ലതോറും വെള്ളാപ്പള്ളി നടേശന്റെ വാഴ്ത്തുപാട്ട് പാടാനും അവദാനം പാടാനും സ്വീകരണം നടത്താനും അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടുപോകാനും ഒക്കെ മത്സരിക്കുന്നെങ്കിൽ അവിടെ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ആശ്ചര്യം. തീർച്ചയായിട്ടും അവിടെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ദർ ഇസ് എൻ എലിഫന്റ് ഇൻ റൂം ദാറ്റ് യു ആർ നോട്ട് അഡ്രസ്സിംഗ്. നമ്മുടെയൊക്കെ കണ്ണിന്റെ മുന്നിൽ ഒരു ആന നിൽക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടില്ലെന്ന് അടിച്ചാലും. നിങ്ങൾ ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തെ സ്നേഹിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷം ഇപ്പോഴും ആ വിപത്ത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടക്കുമെന്നല്ല, വളരെ കൃത്യമായി കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്ത് BJP-യുടെ നേതാവായിരുന്നില്ല, അദ്ദേഹം ഞങ്ങളുടെ താരപ്രചാരകനുമായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ പറയുന്ന വാചകങ്ങളാണ്. BDJS എന്ന് പറയുന്ന പാർട്ടി BJP-യുടെ സഖ്യകക്ഷിയുടെ ഒരു ഔദ്യോഗിക ചുമതലയിലും വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ സാർ, ഞാൻ തുടങ്ങുമ്പോഴേ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണ്? ബാക്കിയുള്ളവർ മുഴുവൻ ഈ മൈതാന പ്രസംഗം മുഴുവൻ നടത്തുമ്പോൾ നിങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. അതായത് BDJS എന്ന് പറയുന്ന സംഘടനയെ SNDP-യുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നും SNDP സാമുദായിക സംഘടനയായി തന്നെ നിലനിൽക്കുമെന്നും BDJS-ന് അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാമെന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യം തൊട്ടേ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി BDJS-ന്റെ ചുമതലയിൽ ഇരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഔദ്യോഗികമായിട്ട് ഒരു ചുമതല ഏറ്റെടുക്കാതിരുന്നിട്ടുള്ളത്. അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ അഭിവൃദ്ധിയെ കരുതിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് എന്ത് ദോഷങ്ങളും എന്ത് കുറ്റങ്ങളും നിങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയോടുള്ള ആ കോസിനോട് അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. എല്ലാ കാലത്തും അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളം പൊതുവെ പുലർത്തി വരുന്ന ചില മര്യാദകളുണ്ട്. സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരോട് കുറച്ച് ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് സംസാരിക്കുക. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. 23% വരുന്ന ഒരു സമൂഹമാണത്. ആ സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആകുന്ന ഒരു നേതാവിനെ, ഒരു സമുദായ നേതാവിനെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുടെ പേരിൽ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ, അതായത് അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ തന്നെ അത് മുസ്ലിം സമൂഹത്തെ പറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വർഗീയവാദിയും നികഷ്ടനുമൊക്കെ ആക്രമിക്കാൻ തയ്യാറാവുന്നത്, ആ വിഭാഗത്തെ പിണക്കിയാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ സന്തോഷിക്കുന്ന വിഭാഗത്തിന്റെ പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വളരെ കൃത്യമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? കാരണം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം റൈറ്റിംഗ് ഓൺ ദ വാൾ ഈസ് വെരി ക്ലിയർ. അവർക്ക് എഴുത്ത് മനസ്സിലായി. നിങ്ങൾ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്? മലപ്പുറം ഒരു പച്ചപ്പാടം എന്നായിരുന്നു മലയാള മനോരമയിലെ ഒന്നാമത്തെ പേജിലെ വാർത്ത. മലപ്പുറം ഒരു പച്ചപ്പാടം. ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 32 സീറ്റിലെ 32 സീറ്റ് UDF, അവിടെ LDF-നോ BJP-ക്കോ ഒരു സീറ്റും ഇല്ല. അവിടെയുള്ള 15 ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളും UDF-ന്, അതിൽ തന്നെ 4 ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗിനാണ്. അവിടെ LDF-ന് യാതൊരു ഇതുമില്ല. 12 മുനിസിപ്പാലിറ്റികളിലെ 11 മുനിസിപ്പാലിറ്റികൾ UDF-ന്, 94 പഞ്ചായത്തുകളിലെ 91 പഞ്ചായത്തുകളും UDF-ന്. അതായത് മുസ്ലിം ലീഗിന്റെ തേരോട്ടം, മുസ്ലിം ലീഗിന്റെ സമഗ്രാധിപത്യമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് മലപ്പുറം ഒരു പച്ചപ്പാടെന്ന് പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അവിടെ മതേതരത്വത്തിന് ഇടിവ് പറ്റിയെന്ന് ആശങ്കപ്പെടുന്ന ഒരാളും, ഒരു മാധ്യമപ്രവർത്തകനും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും മലപ്പുറം ജില്ലയിൽ ഒരു സാമുദായിക പാർട്ടിക്ക് സമ്പൂർണ്ണ മേധാവിത്വം ഉണ്ടാകുമ്പോൾ യാതൊരു ആശങ്കയും ഉണ്ടാവുന്നില്ല. 102 സീറ്റുകളിൽ SDPI ജയിക്കുന്നു. 277 സീറ്റുകളിൽ SDPI 2ാം സ്ഥാനത്ത് വരുന്നു. 16 പഞ്ചായത്തുകളുടെ ഭരണസമിതി രൂപീകരണത്തിൽ SDPI നിർണായകമായിട്ടുള്ള സ്വാധീനം വഹിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ആർക്കും മതേതരത്വം ഇടിയുന്നതായി തോന്നുന്നില്ല. അപ്പോൾ മുന്നേ തന്നെ 5ാം മന്ത്രി വിവാദം മുതൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു വാദമാണ് UDF വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ ഭരണമാണുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, അതേപോലെ തന്നെ വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ തീരെഴുതി കൊടുത്തിട്ടുള്ളതാണ്. അത് മുസ്ലിം ലീഗ് മാത്രമുള്ളപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗും SDPI-യും ജമാഅത്തിന്റെ വെൽഫെയർ പാർട്ടിയും കൂടി ചേർത്തിട്ടുള്ള ഒരു മുന്നണി വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മണി മസിൽ ഐഡിയോളജി മൂന്നും കൂടി ഒന്നിച്ചു വരുമ്പോൾ അവർ നിയന്ത്രിക്കുന്ന ഭരണം എങ്ങനെയാവുന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കാൻ ഹിന്ദു കൺസോൾട്ടേഷൻ അങ്ങോട്ട് ഉണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ
സതീശൻ ഇത് സംസാരിക്കുന്നത്, അത് ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി സഹിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ എന്തിനാണ് അതിനെ പിന്തുണയ്ക്കുന്നത്? നോക്കൂ, സ്വർണ്ണക്കടത്ത്, ശബരിമലയിലെ സ്വർണ്ണം കട്ട വിഷയത്തിൽ ഞങ്ങൾ CPM-നെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് B ടീമായിട്ട് സംസാരിക്കുകയാണെന്ന് പറയുന്നത് പോലത്തെ വെറും വിദണ്ഡവാദമാണ് ഈ പറയുന്ന UDF-ന്റെ വർഗീയ പ്രീണനത്തിനെതിരെ പറയുന്ന സമയത്ത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയെന്ന്. ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്, ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായുള്ള ഒരു അനുഭവം പറയാം. ഈ മുസ്ലിം മത വിമർശകനായിട്ടുള്ള ആരിഫ് ഹുസൈൻ തീവത്ത് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ്, 6 മാസം കഴിയട്ടെ, നിന്നെയൊക്കെ ജാമ്യമില്ലാ വകുപ്പുള്ള കേസിലെടുത്തിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ അകത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭീഷണി. ആ ഭീഷണി പുറപ്പെടുവിച്ചിട്ടുള്ള ആള് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ പോലുമല്ല. അദ്ദേഹം നടത്തുന്ന, ആരിഫ് ഹുസൈൻ നടത്തുന്ന മതവിമർശനത്തിൽ പ്രകോപിതനായിട്ടുള്ള ഒരു മതവിശ്വാസി പറയുന്ന കമന്റാണ് എന്ത്, 6 മാസം കഴിയട്ടെ, ഞങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ അകത്താക്കുന്നു. ഈ ട്രെൻഡ് ഉണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ഞങ്ങളുടെ ഭരണമാണ് വരാൻ പോകുന്നത് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷം, ആ ആഘോഷം ഉണ്ടാക്കുന്ന കൺസോൾട്ടേഷൻ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ സ്വാഭാവികമായിട്ട് ആരെയാണ് സഹായിക്കാൻ പോകുന്നത്? ആ കൺസോൾട്ടേഷൻ സ്വാഭാവികമായിട്ട് സഹായിക്കാൻ പോകുന്നത് LDF-നെയാണ്. ഞാൻ ഈ UDF-കാരോട് പറയുന്നത്, നിങ്ങൾ പൊടിക്കടങ്ങ്, നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളൊന്ന് നിലക്ക് നിർത്താൻ തയ്യാറാവ്. നിങ്ങളുടെ തോളിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് ഈ കാഹളം മുഴുക്കാൻ അവരെ അനുവദിക്കാതിരിക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തങ്കത്താലത്തിൽ ഇവിടെ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിക്കൊണ്ട് LDF-നെ വീണ്ടും ഭരണത്തിൽ എത്തിക്കാനാണ് നിങ്ങൾ സഹായിക്കുന്നത്. ഈ പറയുന്ന SDP-ന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ബദലായിട്ടുള്ള ധ്രുവീകരണം സൃഷ്ടിക്കുകയും ആ ധ്രുവീകരണം ഇടതുപക്ഷത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തുടർ ഭരണത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതിൽ തിരുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കോസ്റ്റ് കറക്ഷൻ തയ്യാറാവണം. ഈ വർഗീയ ശക്തികളെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. ഇവരെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറാവണം. ഈ എന്താ പറയുക, ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിലുള്ള ഹിന്ദു വോട്ടർമാർക്കുള്ള ഉത്തരവാദിത്വം മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ മുസ്ലിം വോട്ടർമാർക്ക് ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. അവിടെ ഈ പറയുന്ന UDF എന്ന് പറയുന്ന SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഈ മുസ്ലിം ലീഗും ഒക്കെ ചേർന്നുള്ള സംഘടനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സമ്മതി പിന്തുണ അവർ കൊടുക്കുമ്പോൾ അവർ മുസ്ലിം ന്യൂനപക്ഷ പൊളിറ്റിക്സിനാണ് പിന്തുണ കൊടുക്കുന്നത്. അതിനെ വിമർശിക്കാൻ തയ്യാറാവണം. എന്താ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം ബാധ്യതയല്ല. മതേതരത്വത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ തള്ളി പറയുന്ന ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് പറയണം. അവിടെ നിങ്ങളൊരു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് സമുദായ സംഘടനകളെ മാത്രം ജയിപ്പിക്കുകയും ബാക്കി സ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകൾ ജയിക്കുമ്പോൾ അവിടെയുള്ള മതേതരത്വത്തെ പറ്റിയിട്ട് വീൺവാക്ക് പറയുന്നത് സംബന്ധമാണ്. ഒറ്റ വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഒറ്റ വാചകം മാത്രം, ഈ ചർച്ചയിൽ അത് പറയേണ്ട പോകുന്നത് ശരിയല്ല. ഞാൻ മാറാട് മാസക്കർ 2003 കമ്മിറ്റിയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം മാത്രം വായിക്കാം. ദ ജുഡീഷ്യൽ കമ്മീഷൻ ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ ഇൻസിഡന്റ് കൺക്ലൂഡഡ് ലീഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് were directly involved in both the conspiracy and the massacre. The commission decided in 2003 that the incident was a clear communal conspiracy with Muslim fundamentalist organizations involved. അതായത് മുസ്ലിം വർഗീയ സംഘടനകൾ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപമാണെന്ന് തോമസ് B ജോസഫിന്റെ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇതിനെങ്ങനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് UDF-ന് ഇതിൽ എന്താ പങ്ക് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. കലാപത്തിലെ ശരി 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 ഓക്കെ ഓക്കെ ശരി, ആയിക്കോട്ടെ.